ബജറ്റിലെ മുണ്ടയ്ക്ക് ചൂരൽമല ദുരിതബാധിതരെ ചേർത്തുപിടിച്ച സംസ്ഥാന സർക്കാർ. പുനരധിവാസത്തിന് 750 കോടി ആദ്യ ഗഡു. സമയബന്ധിതമായി പുനരധിവാസം പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. വന്യജീവി ആക്രമണം തടയാൻ വിവിധ പദ്ധതികൾക്ക് ബജറ്റ് വിഹിതം. വന്യജീവി പെരുപ്പം നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത നിയമനിർമ്മാണം അനിവാര്യമാണെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി വ്യക്തമാക്കി. 2025 കേരളം വരവേറ്റത് പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചായിരുന്നു ധനമന്ത്രിയുടെ പ്രഖ്യാപനം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള ആദ്യ ഗഡുവായി 750 കോടിയാണ് ബജറ്റ് വിഹിതം. ആകെ 2221 കോടി രൂപയാണ് പുനരധിവാസത്തിന് ചെലവ് കണക്കാക്കുന്നത്. ദുരന്തം നേരിടുന്നതിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സർക്കാർ സഹായം നൽകിയില്ലെന്ന കാര്യവും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി ഓർമ്മിപ്പിച്ചു. 2025 കേരളം സ്വാഗതം ചെയ്യുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കുള്ള പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടാണ്. കേരളത്തെ സങ്കടക്കടലിലാക്കിയ അതിതീവ്ര ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായത്. ദുരന്തം മൂലമുണ്ടായ നഷ്ടത്തിൻ്റെ കണക്ക് ഏകദേശം 1202 കോടിയാണ്. പുനർനിർമ്മാണത്തിനുള്ള പുനരധിവാസ ചെലവിന് 2221 കോടി രൂപ ആവശ്യമായി വരുമെന്നാണ് വിദഗ്ധരടങ്ങിയ സംഘം വിലയിരുത്തിയിട്ടുള്ളത്. എല്ലാവരുടെയും നിശ്ചയവുമായ സഹകരണം ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് സർക്കാർ പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങുന്നത്. 2025-26 കേന്ദ്ര ബജറ്റിലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം യാതൊരു സഹായവും അനുവദിച്ചിട്ടില്ല. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഇതിനായി ആദ്യഘട്ടത്തിൽ 750 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നു. സംസ്ഥാനത്ത് അടിക്കടിയുണ്ടാകുന്ന വന്യജീവി ആക്രമണം തടയാൻ ലക്ഷ്യമിട്ടും ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട്. വന്യജീവി ആക്രമണങ്ങൾക്കുള്ള നഷ്ടപരിഹാരം, പ്രതിരോധം, വനം വന്യജീവി മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് പുറമെ വന്യജീവി ശല്യം നിയന്ത്രിക്കാനും ജനങ്ങളെ സംരക്ഷിക്കാനും തുക മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 50 കോടി രൂപ അധികമായും വനം വകുപ്പിന് വകയിരുത്തി. വന്യജീവി ആക്രമണം ഈ സർക്കാരിൻ്റെ കാലത്ത് വന്യജീവി ആക്രമണങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു. റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കുന്നതിനും മറ്റു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള വിഹിതം വർദ്ധിപ്പിച്ചു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് വന്യമൃഗ പെരുപ്പത്തെ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. ഇതിനാവശ്യമായ ഇടപെടലിനായി സംസ്ഥാനം മുൻകൈ എടുക്കും. വന്യജീവി ആക്രമണ നഷ്ടപരിഹാരവും പ്രതിരോധവും ഉൾപ്പെടെ വനം വന്യജീവി മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി പദ്ധതി വിഹിതത്തിന് പുറമെ വനമേഖലയിലെ വന്യമൃഗശല്യം നിയന്ത്രിക്കാനും വനമേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും പ്രത്യേക പാക്കേജിന് പ്ലാനിൽ അനുവദിച്ചിട്ടുള്ള തുകയ്ക്ക് പുറമെ ഒരു 50 കോടി രൂപ കൂടി അധികമായിട്ട് അനുവദിക്കുന്നു. പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത നിയമനിർമ്മാണം അനിവാര്യമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.